നല്ല മധുരമില്ല പഴം. ഈ കരിയാമ്പലേനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ അന്ന് കാണിച്ചിട്ടില്ല, അതന്നെ ഇത്. ഇതിപ്പോ എപ്പോഴും വന്നിട്ട് ഇതിന്റെ തലയിലും നുള്ളി ഇത് കുറച്ച് വലുതായി. നിങ്ങൊന്ന് കണ്ടിട്ടുണ്ടാകുമോ? ഇത് മൽബറി പഴം. ഇതന്നെ മൽബറിയിലെ പഴം. ഇത് മഴക്കാലത്തേ ഉണ്ടായല്ലോ, ഞങ്ങൾ അതിനെ പറിച്ചിട്ട് തിന്നലെപ്പോഴും. ഇപ്പൊ വെരിയം പെയ്തത് കൊണ്ട് എല്ലാം പൊഴുത്തുപോയി. ഇത് കുഞ്ഞെല്ലാം വന്നിട്ട് പറിച്ച് തിന്നലുണ്ട്. ഇപ്പൊ ആയിട്ട് പൊഴുത്തത് അറിഞ്ഞിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. അത് ചെറിയ പഴം. ഇതെല്ലാം കുറെ ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇല്ലത്. അത് നിറം മങ്ങിക്കൊണ്ട് വരും വലുതാണൊക്കെ. പഴുക്കാനാകുമ്പോ ഇതാ ഈ കളർ വരും. നല്ല മധുരമില്ല പഴം. നമുക്ക് ചെറിയ പഴം. ഇത് നല്ല പഴുത്ത കളർ മാറിയിട്ട് വന്നിട്ട് ഇതാ ഇത് പഴുത്ത പഴം. ഇത് പൂക്കുന്ന സമയം ഇപ്പോ ഇതെല്ലാം പൂത്തിരി കാണുന്നതില്ലേ, അതിന് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക് കായാവും. അതിലൊരു കായി ഇപ്പോ. വേനൽക്കാലത്തായാലും നല്ല മധുരമെല്ലാം ഉണ്ടാവും. അപ്പോഴേക്ക് വേനൽക്കാലത്ത് ആല് കുറവ്, മഴക്കാലത്തെ ഇത് പഴം പിടിക്കല്ലോ. നല്ല മധുരമില്ല പഴം. ഇന്ന് 2 ഏല് കൊണ്ടുപോയി ഞാൻ നടട്ട്, എന്നാലും അടുത്ത കാലത്തേക്ക് ആകുമ്പോഴേക്ക് നല്ലവണ്ണം പിടിക്കും. ഇന്ന് ഞാൻ 3 ഏല് കൊത്തി. ഇത് ഞാൻ നട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് നല്ലവണ്ണം പിടിക്കും. ഒരു കൊല്ലേ വേണ്ടു ഇനി. നട്ടിട്ട് പോയാൽ മതി, ഇനി വേറെന്തും ആക്കണ്ട. അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് നല്ലവണ്ണം പഴം പിടിക്കും. ഇനി ഞാൻ നടുന്നിടാം. ഇനി നല്ലോണം ഇലയെല്ലാം വരും. അപ്പൊ കറി വെക്കലുണ്ട് ഇലേന. പഴമില്ലാമ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റേലിപ്പോ നല്ലോണം ആയിട്ടുണ്ട്. ഇത് വേഗം വലുതാകുകയെല്ലാം ചെയ്യണൊന്നും ഇടയൊന്നും വേണ്ട. ഈ കരിയാമ്പലേനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ അന്ന് കാണിച്ചിട്ടില്ല, അതന്നെ ഇത്. ഇതിപ്പോ എപ്പോഴും വന്നിട്ട് ഇതിന്റെ തലയിലും നുള്ളി ഇത് കുറച്ച് വലുതായി. ഇതുവരെ വളപ്പിൽ ഒരു കരിയാമ്പല ആയിട്ടില്ല. ഇത് ആദ്യമായിട്ടായത്. ഇനി ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറിച്ചിട്ടാകുമ്പോ എല്ലാം ചത്തിട്ട് പോകുന്നത്. ഇത് പറിക്കാതെ ഇങ്ങനെ വലിയതാക്കുന്നതിന് നിങ്ങൾ പറഞ്ഞ നമുക്ക് വളം ഇട്ടും എല്ലാം ആക്കിയതുകൊണ്ട് ഇത്രക്കായി. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഇതിന്റെ ഇലയെല്ലാം ഞങ്ങൾ പറിക്കുന്നു. അത്രോളം ഇതിനെ പറിക്കുന്നൊന്നുമില്ല. പറിച്ചെങ്കിലും അതേപോലെ മുന്തിയത്താണക്ക് തന്നെ ചത്തേ പോവും. ഇന്നത്തെ മൽബറി വിശേഷം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.